നിലമ്പൂർ എന്ന് പറയുന്നത്. ഈ വയനാട്ടിൽ ഇപ്പൊ ഈ ഇരിക്കുന്ന കൽപ്പറ്റയിൽ 2014 ഒന്നുമല്ലാത്ത കാലത്ത് ഞാൻ മത്സരിച്ചെന്ന് 4800 വോട്ട് ഈ മണ്ഡലത്തിൽ കിട്ടിയിട്ടുണ്ട് 2014. അപ്പൊ ഇതെങ്ങനെ നിലമ്പൂരല്ല, അത് കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ ഈ രാഷ്ട്രീയമുണ്ട്. അതായി പറയുന്നത്. അത് ഈ പറയുന്ന ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 2000-ഓളം വാർഡുകളുണ്ട്. 16,862 വാർഡുണ്ട് പഞ്ചായത്തുകൾക്ക്. അതേപോലെ തന്നെ 2600-ഓളം വാർഡുകൾ വരുന്നുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന്. മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ 480-ഓളം സീറ്റുണ്ട്. മുനിസിപ്പൽ എല്ലാം കൂടെ 20,000 to 21,000 ആളുകളെ ജനങ്ങളുടെ തെരഞ്ഞെടുപ്പാണ്, സാധാരണക്കാരുടെ തെരഞ്ഞെടുപ്പാണ് ഈ പറയുന്ന ത്രിതല തെരഞ്ഞെടുപ്പിൽ. ഞങ്ങൾ ഈ മുഴുവൻ വാർഡിലും മത്സരിക്കാൻ താല്പര്യമുള്ളവരെ കണ്ടെത്തും. ഞങ്ങൾ മുഴുവൻ വാർഡിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായിട്ടായിരിക്കും മത്സരിക്കുന്നത്. നമ്മളൊരു ജനകീയ മുന്നണി ഉണ്ടാവും. തൃണമൂൽ അതിനെ ആഡ് ചെയ്യും. ഇപ്പൊ നിലമ്പൂർ നമ്മൾ മത്സരിച്ചതുപോലെ തന്നെ നമ്മളൊരു ജനകീയ മുന്നണി നമ്മളിവിടെ പലരുമായി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറുകിട കക്ഷികൾ, അതൊക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും മീശ മുളക്കാത്ത കുട്ടികളാണ് ആ സംഘടന എന്നൊക്കെ. പക്ഷേ അതിന് എത്രത്തോളം വേരുകളുണ്ട് എന്നുള്ളത് ഈ 3 മാസം കഴിയുമ്പോൾ, ആ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്കറിയാം. നാലാമതൊരു മുന്നണി കൂടി വരികയാണെന്നാണ്. അല്ല, അതെങ്ങനെ വേണമെങ്കിൽ കണക്കൂട്ടാം. നമ്മൾ ജനങ്ങൾ ഈ വിഷയം, ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വിഷയത്തെ സഹായിക്കാനും ആ നിലപാടിനോടൊപ്പം നിൽക്കാനും നിരവധിയായ സംഘടനകൾ, ചെറുകിട സംഘടനകൾ, അത് ചിലപ്പോൾ ഒരു പഞ്ചായത്തിലെ സംഘടനയായിരിക്കും, ചിലപ്പോൾ അതൊരു നിയമസഭാ മണ്ഡലത്തിലേ ഉണ്ടാവുകയുള്ളൂ, ചിലപ്പോൾ അതൊരു ജില്ലയിലുണ്ടാവും. അത്തരത്തിലുള്ള ഒരുപാട് റെസിഡന്റ് അസോസിയേഷനുകൾ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കൊച്ചിയിൽ V4 കൊച്ചിൻ എന്ന് പറയുന്ന സംഘടനയുണ്ട്. ഉദാഹരണം, അവർ കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ 10-12% വോട്ട് പിടിച്ചവരാണ്. ഞാൻ ഉദാഹരണം പറയാം. അങ്ങനത്തെ ഒരുപാട് സംവിധാനങ്ങൾ കേരളത്തിലെ ചിലപ്പോൾ പഞ്ചായത്തിലുണ്ടാവും. ഇപ്പൊ ഒരു പുൽപ്പള്ളി പഞ്ചായത്ത്, അവിടെ ഒരു പ്രത്യേക വിഷയം ഉണ്ടെങ്കിൽ അവിടെ ഒരു സംഘടന ഉണ്ടാവും ആ വിഷയത്തിന്. അത്തരത്തിലുള്ള സമാന മനസ്കരായ, നാടിന്റെ നന്മ ആഗ്രഹിക്കുന്ന സകലമാന ആളുകളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുന്നോട്ട് പോകും. ഇത് ജനങ്ങൾക്ക് അത് അനുകൂലമായിട്ടുള്ള സംഘടനയായിരിക്കും. അത് ആർക്കെതിരാവും എന്നുള്ളത്, ആരാണോ ജനവിരുദ്ധർ അവർക്കെതിരാവും. നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിനാണ് ഈ സംവിധാനം ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ആർക്കെതിരാവും ചോദിച്ചാൽ ജനവിരുദ്ധർക്കെതിരാവും. നിലമ്പൂരിൽ എന്താ ഞാൻ പറഞ്ഞത്, ജനങ്ങളും ഈ പറയുന്ന ജനവിരുദ്ധരും തമ്മിലുള്ള പോരാട്ടമാണ്. അത്രയുള്ള ഒരു മാനദണ്ഡം. അപ്പൊ നമ്മൾ മേപ്പാടിയിൽ ഇപ്പൊ ഈ വെച്ചുകൊടുത്ത വീടുകൾ അത് ചോർന്നൊലിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ഗവൺമെന്റ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന വീടുകളുടെ സ്റ്റാൻഡേർഡ്. അപ്പൊ ആ ഒരു കാര്യം കൂടി ജനങ്ങളിൽ എത്തിക്കേണ്ടതുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ 103 വീട്ടിൽ പണം വാങ്ങി പിന്മാറിയ ആളുകൾ ഈ വിഷയത്തിൽ നമ്മളെ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒഴിവുള്ള പത്രമാധ്യമ പ്രവർത്തകരുണ്ടെങ്കിൽ ഈ വിഷയം കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ സത്യസന്ധമായി എത്തിക്കാനുള്ള ഒരു പരിശ്രമത്തിൽ നിങ്ങളും കൂടി സഹായിക്കണം. ഈ നാടിന്റെ പൊതുവായിട്ടുള്ള വിഷയമാണ്. അപ്പൊ പറ്റുന്ന ആളുകൾ അങ്ങോട്ട് വന്നാൽ നന്നായിരിക്കും. നിങ്ങൾക്കും കുത്തുമലയിൽ മാറ്റിപ്പാർപ്പിച്ചവരുടെ അവസ്ഥ ഇന്ന് നേരിട്ട് കാണാം. അതും ഇതേപോലെ കൊട്ടിഘോഷിക്കപ്പെട്ട വലിയ സംഭവമായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ്, എല്ലാം ബഹളമയമാണ്. താഴേക്ക് വരുമ്പോൾ ഒരു ആത്മാർത്ഥതയും ഒരു സത്യസന്ധതയും ഈ വിഷയത്തിലൊന്നും ഗവൺമെന്റ് ഒരു ഘട്ടത്തിലും എടുത്തിട്ടില്ല. അതിലേക്ക് അടുത്ത ഒരു സമൂഹത്തെ കൂടി മണ്ണിലിട്ട് കുഴിച്ചുവിടാൻ പോകുന്നതാണ് ഇപ്പോൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പുനരധിവാസം.